നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെല്ലാവരും സുഖം, നമുക്കറിയാം സുഖം സ്വസ്ഥമായി ഹോപ്പുള്ള നിങ്ങൾ വളരെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ അലൂലെല്ലാം. നമുക്ക് തിരിച്ച് പോകണം, എക്സാംസ് ഒക്കെ ഉണ്ട്, എന്തൊക്കെ ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ധനഞ്ജയ വളരെ മാസ്റ്റർ പീസായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വെരി ഗുഡ്. വലിയൊരു വെളി വന്നത് ഒരു റീൽ ഉണ്ടാക്കാൻ വേണ്ടിയതാണ്. അപ്പോൾ നമ്മൾ ഒരു ഷെയ്ഡ് നിൽക്കുകയാണ്. ആസ് യു കെൻ സീ, ഞാൻ വ്ളോഗ് എടുക്കുവാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. അത് നമ്മളല്ലോ ഒരു അടിപൊളി സ്ഥലത്തിൽ പോവാണ് ഗൈസ്. ഏതൊരു ഹിസ്റ്റോറിക് സ്ഥലമാണ്. ഇനി ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്നിട്ട് ആ വീഡിയോ സ്റ്റിൽ അവിടെ ഉണ്ട്, നിങ്ങൾ എൻ്റെ ചാനലിൽ പോയിക്കും. ഹെഗ്രയിൽ നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പം രാവിലെ എണീച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതുകൊണ്ട് ഒരു റീൽ ഉണ്ടാക്കും. അവർ ഇപ്പോൾ റീൽ ഉണ്ടാക്കുവാണ്. ആ റീൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോകും. പിന്നെ ഹോട്ടലിൽ തിരിച്ച് വരുമ്പം നമ്മൾ വെളിയിലെ ഹെഗ്രയിലോട്ട് പോകും ഗൈസ്. ഹെഗ്ര ഒരു ഹിസ്റ്റോറിക് സ്ഥലം. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ഗുഡ് ദൻ ഹിസ്റ്റോറിക് ആകുമ്പോൾ. പക്ഷേ സ്റ്റിൽ നല്ല സ്ഥലമല്ല അലൂല. സോ അപ്പോഴത്തേക്ക് നമ്മൾ ഈ എല്ലാം സെറ്റ് ആക്കിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരാം ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മൾ നമ്മുടെ കാറിൽ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഹെഗ്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ധനഞ്ജയ് സ്റ്റിൽ അവന്റെ മൊബൈലിൽ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ചിൽ വൈബ്സ് വ്ളോഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം ഹെഗ്ര എത്തുന്നത് വരെ നമുക്ക് സ്റ്റിൽ എൻജോയ് ചെയ്യാം ഗൈസ്. സോ ലെറ്റ്സ് ഗോ. നമസ്കാരം, വോയിസ് ഓവർ നാദർ കുക്കിംഗ് ഇൻ ദി ഹൗസ് ഗൈസ്. സോ നമ്മൾ ഹെഗ്ര കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ വിചാരിക്കും ഹെഗ്ര എന്താ? ഹെഗ്ര ഒരു സ്ഥലമാ. എന്നിട്ട് ആ സ്ഥലമാണല്ലോ നബാത്യൻ പറഞ്ഞൊരു എംപയർ വർഷം വരെ റൂൾ ചെയ്തതാ ഗൈസ്. ഐ മീൻ കമോൺ, വർഷം വരെ എന്നുവെച്ചാൽ ആ സ്ഥലം എത്ര ഓൾഡായിരിക്കും ഗൈസ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആ സ്ഥലത്തിൽ പോയി കഴിഞ്ഞിട്ട് എന്തൊക്കെയുണ്ടെന്ന് കാണാൻ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ നിങ്ങൾ ഈ വ്യൂ എൻജോയ് ചെയ്യും. കാരണം എൻ്റെ അടുത്ത് അത്രേ ഉള്ളൂ പറയാൻ. നോ, എൻജോയ് ദ വ്യൂ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഗൈസ് നമ്മളത് ഒരു വിയേർഡ് സ്ഥലത്തിലെത്തി. ഞാൻ വിചാരിച്ചു ഇതായിരിക്കുന്ന ഹെഗ്ര. ഇല്ല, അതല്ല. ഇത് ഹെഗ്രയിൽ പോകാൻ വേണ്ടി ടിക്കറ്റ്സ് എടുക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് ഇതുകൊണ്ട് ടൂറിസ്റ്റ് ബസ്, ഈ ടൂറിസ്റ്റ് ബസ്സിലാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് എൻ്റെ അകത്ത് കാല് കുത്തിയപ്പോൾ ഗൈസ് വളരെ ലക്ഷറിയസ് ആയിട്ട് എനിക്ക് ഫീലായി. ഐ മീൻ ഈ ഗോൾഡൻ ഫാബ്രിക്, ഈ സീറ്റ്സിന്റെ മണ്ടയൊക്കെ നോക്കി. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ഈ ബസ്സിലൊക്കെ തീർന്നു. അപ്പൊ ഗൈസ് നമ്മുടെ നന്ദിനി പറയുന്നത് ബാക്കിലിരിക്കണം. Far away, why? Not Kanika. Should we go? What do you think? Should we go sit in the back? If you want to go. No, I don't. Maybe we should go. Okay, അപ്പോൾ നമ്മൾ ബാക്കിൽ പോവുകയാണ്. ഈ ബാക്ക് സീറ്റിലാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതിൻ്റെ അടുത്തൊരു വലിയ AC ഉണ്ട്, എന്നിട്ട് 2 ചെറിയ AC ഉണ്ട്. പിന്നെ സൈഡിൽ നോക്കിയാൽ ഗൈസ് ഒത്തിരി വലിയ ഉള്ള ലഗേജ് വെക്കുന്ന സാധനമാണ്. ഇത് ബസ്സാണോ അവിടെ അതോ എയറോപ്ലെയിൻ? കാരണം ഈ സീറ്റ് പോലെ ഉണ്ടല്ലോ ഒരു ടേബിൾ ഉണ്ട്. എന്നിട്ട് ഈ സാധനം എന്താ തുറക്കാത്ത അറിയത്തില്ല. പക്ഷെ നമ്മുടെ അടുത്ത് ടേബിൾ ഉണ്ടല്ലോ, ഈ ടേബിൾ എടുത്തിട്ടുണ്ടല്ലോ 2 ഹോൾസ് ഉണ്ട്. ഒരെണ്ണം ഈ ഹോളാണ്, എന്നിട്ട് ഒരെണ്ണം ഈ ഹോൾ. ഹായ്.
അപ്പോൾ നമ്മൾ ബസ്സിൽ വന്നിരിക്കുന്നുണ്ട്. ഇഫ് യു ആർ വണ്ടറിങ് ഈ സാധനം വർക്കൗട്ട് കാരണം സ്റ്റക്കായി പോയി. പക്ഷേ ഈ ടേബിൾ വർക്ക് ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രിപ്പിൽ പോകാൻ വളരെ എക്സൈറ്റഡ് ആണ്. എന്നിട്ട് ഈ ട്രിപ്പ് എങ്ങനെ ആയിരിക്കും എന്ന് അറിയത്തില്ല. എന്നിട്ട് ബസ് സ്റ്റിൽ അതിൻ്റെ സെയിം സ്പോട്ടിൽ തന്നെയാണ്. ആൻഡ് സ്റ്റിൽ സോ സോറി ബസ് ടു ഇൻസൾട്ടിങ് യു. ബട്ട് എനിവേസ് ലെറ്റ്സ് ഓൾ ഫർഗെറ്റ് അബൌട്ട് ദാറ്റ് ആൻഡ് ലെറ്റ് വോയിസ് ഓവർ നാദവ് ഡു ദ റെസ്റ്റ് ഓഫ് ദ ജോബ്. അങ്ങനെ ഗൈസ് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ബസ് ഫൈനലി പുറപ്പെട്ടു ഗൈസ്. ഗൈസ് നിങ്ങൾക്കറിയാം, പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ സ്കൂളിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ചാപ്റ്റർ വരും ദാറ്റ് പണ്ടത്തെ ആൾക്കാരുണ്ടല്ലോ സ്റ്റോൺസ് ഒക്കെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, സ്റ്റോൺ കൊണ്ട് മറ്റേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ബോറിങ്, ആർക്കിത് വേണം. പക്ഷെ ഞാൻ ആ സ്ഥലത്തിലാണല്ലോ ആദ്യമായിട്ട് പോവാ, അതും ഇന്ന്. പിന്നെ നമ്മുടെ ബസ്സിന്റെ അകത്ത് നോക്കിയപ്പോ ഗൈസ് ലഗേജ് വെക്കുന്ന സാധനത്തിന്റെ ഹാൻഡിലിന്റെ മണ്ടല്ലോ ചെറിയ ലൈറ്റ്സാ, അടിപൊളി കഥകളി. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ മറ്റേ സ്ഥലത്തെത്തി. ഇനി ഞാൻ വിചാരിച്ചു ഇതായിരിക്കുന്ന ഹെഗ്ര. ഇല്ല, ഇത് നമ്മളെ മറ്റ് ടൂർ ബസ്സിന് വേണ്ടി എടുക്കാനുള്ള സ്ഥലമാണ് ഗൈസ്. ഇനി എനിക്ക് അറിയത്തില്ല നമ്മളെന്തിനാ മറ്റേ ടൂർ ബസ് എടുക്കുന്നത്. പക്ഷെ എനിക്ക് ഇതറിയാം, ഈ സ്ഥലം നല്ല അടിപൊളി കഥകളിയാണ് ഗൈസ്. അതായത് ഈ സീറ്റ്സും ടേബിളും ഒക്കെ നോക്കുക, ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണമെങ്കിൽ ഈ സ്ഥലത്തിൽ വന്ന് അടിക്കാം. എന്നിട്ട് ഈ ചെയർ പോലെ സോഫ പോലെ ഒന്ന് സാധനം നോക്കിക്ക്. പക്ഷെ തൊട്ട് നോക്കൊക്കെ ഗൈസ് ഇത് വെറും ഒരു റോക്കാ. എന്നിട്ട് പില്ലോ എത്ര കംഫിയാ ഗൈസ്. എനിക്ക് വിഷാവുന്ന പില്ലോ പിടിച്ചിട്ട് അതിൻ്റെ മണ്ട തന്നെ കിടന്നുറങ്ങാൻ. അപ്പം അതാ ഗൈസ്, ഇതാണ് നമ്മുടെ ടൂർ ബസ്. എന്നിട്ട് ടൂർ ബസ്സിൻ്റെ മണ്ടയാണല്ലോ ഒരു റോക്കയുടെ ഒരു പിക്ചർ തന്നിക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് ഈ റോക്കയുടെ മണ്ടയാണല്ലോ എന്തോ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താ അറിയാം, ഒന്നും എനിക്ക് ഇത് മനസ്സിലായതാണ്ട് ഈ റോക്കയുടെ മണ്ടയാണല്ലോ അലൂല പറഞ്ഞ് എഴുതിക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് ബൈ ദ വേ നമ്മളാണല്ലോ നമ്മുടെ ബസ്സിൻ്റെ അകത്ത് കയറി. എന്നിട്ട് ഈ ബസ് വളരെ നല്ലതായിരുന്നു ഗൈസ്. പുറമെ നോക്കിയപ്പോൾ അലൂല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റോക്കീസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ബസ് കണ്ടിട്ട് വളരെ വളരെ ഷോക്കായി ഗൈസ്. ഫോർ എക്സാമ്പിൾ ആ ലഗേജ് വെക്കുന്ന സ്ഥലമാണല്ലോ ഇപ്പം ബിഫോർ പ്രീവിയസ് ടൂർ ബസ്സിൻ്റെ കാലം വളരെ നല്ലതാണ്. എന്നിട്ട് ഈ സീറ്റ് പോലെ ഉണ്ടല്ലോ ഈ മറ്റേ സാധനം വർക്ക് ആവുന്നു. ടേൺസ് ഔട്ട് ഒരു ബോട്ടിൽ വെക്കുന്ന സാധനം. എന്നിട്ട് ഈ സീറ്റും വർക്ക് ആവുന്നു ഓഫ് കോഴ്സ്. എന്നിട്ട് ഈ സീറ്റ് അകത്ത് 2 ഹോൾസ് ഉണ്ട്, ജസ്റ്റ് ലൈക്ക് ഇൻ ദ പ്രീവിയസ് വൺ ഗൈസ്. പിന്നെ ഗൈസ് കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മുടെ ബസ് ഫൈനലി പുറപ്പെട്ടു ഗൈസ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആ സാധനത്തെ കാണാൻ. പിന്നെ ഗൈസ് നിങ്ങൾക്കറിയാം, പോകുന്ന വഴിയിൽ നന്ദിനിയും ബാമി ഈ ചെറിയൊരു ട്രെൻഡ് ചെയ്തു. ഈ ട്രെൻഡ് ഏതാണെന്ന് അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്കറിയെങ്കിൽ കോമെന്റ്സിൽ എഴുതുക. ഇനി നിങ്ങൾ വിചാരിക്കുമായിരിക്കും എന്തെന്നാ ഇതൊരു ചെറിയ സാധാരണ റോക്കല്ലേ? റോങ്. ഇത് പണ്ടത്തെ നബാത്തിയൻസിന്റെ വീടായിരുന്നു ഗൈസ്, വീട്. അവർ ഈ റോക്കിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നു. ആസ് യു കൻ സീ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഈ നബാത്തിയൻസ് ഉണ്ടോ റോക്ക് കൊണ്ട് എന്തെങ്കിലും ചെയ്യും. മാത്രമല്ല അതിന് മണ്ട എഴുതുകയും ചെയ്യും. ഇത് ജസ്റ്റ് ലെവൽ 1. അടുത്ത ലെവൽ കണ്ട് നിങ്ങളുടെ മൈൻഡ് പോകും. അങ്ങനെ ഗൈസ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി ഹെഗ്രയിലെത്തി. ആദ്യം ഞാനാണല്ലോ ഒരു സ്ട്രേഞ്ച് ലുക്കിംഗ് റോക്കറ്റ് എടുത്ത് ചെന്നു. എന്നിട്ട് അതിൻ്റെ ഹോൾഡ് അകത്ത് പോയി. ഹോൾഡ് അകത്ത് ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആയിരുന്നു എല്ലാവരും തിന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആയിരുന്നു ആക്ച്വലി മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്. ഗൈസ് മോളിൽ നോക്കിയപ്പോൾ മറ്റേ ഇൻസ്ക്രിപ്ഷൻസും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഭാഷയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഈ സാധനത്തിന് മോളിൽ നോക്കിയാൽ എന്തോ എഴുതിയിട്ടുണ്ട്, ഏതൊരു ഭാഷയാണ് പക്ഷെ നമുക്കറിയത്തില്ല. ബട്ട് ഹേ, ഹിസ്റ്ററി ഈസ് ഹിസ്റ്ററി. എന്നിട്ട് 2 റോക്ക് ബിറ്റ്വീൻ എന്തൊരു ബ്യൂട്ടിഫുൾ ഗ്യാപ്പാണ് ഗൈസ്. എന്നിട്ട് വെളിച്ചെന്നപ്പോൾ ഈ റോക്ക് വളരെ ജയന്റ് ആയിരുന്നു ഗൈസ്. വാവ്. പക്ഷെ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം അറിയത്തില്ല, പക്ഷെ ഈ റോക്ക് കണ്ടിട്ടുണ്ടല്ലോ എനിക്കിപ്പോൾ ഒരു ഷിപ്പിന്റെ കൂട്ടുപോലെ തോന്നുന്നു ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ റോക്ക് കണ്ടിട്ട് കൊമെന്റ്സിൽ എഴുതുക. നടക്കുന്ന സമയത്തിൽ ഞാൻ ഇതൊരു ടൂമ്പിന്റെ അക്രോസ് വന്നു. ഇനി നിങ്ങൾ വിചാരിക്കും ഈ ടൂമ്പിന്റെ പറഞ്ഞല്ല എന്താ? ഡോണ്ട് വറി,
ഞാൻ മനസ്സിലാക്കാം. ബട്ട് ബിഫോർ ഈ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ നോക്കുക. എനിവേസ്, ടൂംബ് എന്ന് പറഞ്ഞാൽ ഡെത്ത് ബെഡ് എന്ന് വെച്ചാൽ ഒരാൾ ഈ സ്ഥലത്തിൽ മരിച്ചാലുണ്ടല്ലോ അവരുടെ ശവം ഇവിടെ ആയിരിക്കും. ഞാൻ ഏകദേശം ചെന്നപ്പോൾ 4 മുറി ഉണ്ടായിരുന്നു. ഏർലിയർ ചെന്നപ്പോൾ ഗൈസ് എല്ലാം പീപ്പിൾ ഇവിടെ ഉണ്ടായിരുന്നു. ഐ മീൻ ഒത്തിരി ക്രൗഡ് ഉണ്ടായിരുന്നു. ഈ ലേഡി എന്തോ പറഞ്ഞ് കേൾക്കുമായിരുന്നു. ഇവിടെ എല്ലാം ടൂംബ, എവിടെ നോക്കിയാലും ടൂംബ്. എന്താണ് ഇത്? ഞാൻ വിചാരിച്ചത് വീടായിരുന്നു. ചില സമയത്തിൽ വീടുണ്ടാവും, പക്ഷെ ടൂംബാണ്, ടൂംബ്. അങ്ങനെ ഗൈസ് അത്ര മതി നമുക്ക് ഹിസ്റ്ററി ക്ലാസ്. ഇനി നമുക്ക് എൻജോയ് ചെയ്യാം. ഓ ഇതോടെ നമ്മുടെ മിസ്റ്റർ ട്രീ. ഇതെന്താ ഗൈസ്, ഒരു മുഖത്തിന്റെ ഷേപ്പ് പോലെ ഒരു റോക്കോ? ഇനി നിങ്ങൾ വിചാരിക്കും ആരോ ഉണ്ടാക്കിയതായിരിക്കും. ഇല്ല, ഇതുള്ളൂ ഇങ്ങനെ തന്നിരുന്നത് വർഷം വരെ. ഇതാണ് നേച്ചറിന്റെ പവർ ഗൈസ്. ഈ ഷിപ്പ് ലുക്കിംഗ് റോക്കിന്റെ കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു ഗൈസ്. മുമ്പിൽ ചെന്നപ്പോ ഈ ബ്യൂട്ടിഫുൾ വെറൈറ്റീസിന്റെ റോക്സ് ഒക്കെ കണ്ടു. പിന്നെ താഴെ കാണുമ്പോ ഗൈസ് ഒരു ചെറിയ റോക്സ് ഒക്കെ ഉണ്ട്. താണ്ട് നിങ്ങൾക്ക് കാണാം, ബ്യൂട്ടിഫുൾ റോക്സ്. പിന്നെ വലിയ റോക്സിന്റെ മുമ്പിൽ ചെന്നപ്പോ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു ഗൈസ്. പിന്നെ ഗൈസ് ഇതാണ് സാൻഡ് ഡ്യൂബ്. ഇനി പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾ കണ്ടതായിരിക്കും ഞാൻ പറഞ്ഞു ഞാനും ധനഞ്ജയ സാൻഡ് ഡ്യൂബ് ക്ലൈം ചെയ്യാൻ പോവാന്ന്. വെൽ, ഇതാണ് സാൻഡ് ഡ്യൂബ്. ബ്രോ, യു ഷുഡ് സ്പെൻഡ് മോർ ടൈം ഇൻ നേച്ചർ. എവറി ടൈം ടെലപ്പോർട്ടിംഗ് ഈസ് നോട്ട് അലൗഡ്. ഓ ദാണ്ടെ ഞാൻ. ഹായ്, ദാണ്ടെ ധനഞ്ജയ്. One more time, I will be inside that next because the owner was cannot be able to. Like the owner was not inside that because some people say he died in a war or his body was never recovered. So that tomb is free. Oh look, there is me. Hi, and there is Dhananjay who never spends time in nature. അപ്പൊ ഗൈസ് നമ്മളെ ഒത്തിരി കോമഡി ആക്കി. ഇനി നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്താൻ പോയാണ് ഗൈസ്. സ്ഥലത്തിലെത്തിയപ്പോ ദൂരെ ഒരു വാലി എനിക്ക് കാണാന്നു ഗൈസ്. എന്തൊരു അടിപൊളി കഥകളി വ്യൂ ആണ് ഗൈസ്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ എപ്പം നോക്കിയാലും ടെലപ്പോർട്ട് മതിയാക്കടേ. എപ്പം നോക്കിയാലും ടെലപ്പോർട്ട്. ഹൗ മച്ച് വിൽ യു ടെലപ്പോർട്ട് മാൻ? നന്നായിട്ട് വ്യൂ എൻജോയ് ചെയ്യുന്ന സമയത്തിൽ ധനഞ്ജയ് അവന്റെ സ്പോൺസർഷിപ്പ് നമ്മുടെ വീഡിയോയുടെ അടുത്ത് കൊണ്ടുവന്നു. It's time for our sponsor, guys. Today's sponsor is Naba. Naba, if you're ever thirsty in the desert, pure Naba. If you don't believe me, just drink it. इस्तेमाल करे, फिर विश्वास करे. അപ്പോൾ അത് ഗൈസ് അങ്ങനെ കോമഡി ഒക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു ഹാഫ് സവാന, ഹാഫ് ഡെസേർട്ട്, എന്നിട്ട് ഹാഫ് മൗണ്ടൻ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്തിനാ ഈ സ്ഥലത്തിന് ടിസമുബാൻ എന്ന് വിളിക്കുന്നത്? അപ്പോൾ ഗൈസ് സ്ഥലം നല്ല അടിപൊളിയായിരുന്നു. ഫൈനലി ഞാൻ ഡെസേർട്ടിൽ എൻജോയ് ചെയ്തു. ഞാൻ ഫൈനലി ആഫ്റ്റർ എ ലോങ് ടൈം എനിക്കൊരു ഡെസേർട്ടിൽ പോകാൻ വേണ്ടി വന്നു ഗൈസ്. ഡെസേർട്ട്, കെൻ യു ബിലീവ് ഇറ്റ്? ആക്ച്വൽ ഡെസേർട്ട്. വാ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നമ്മുടെ ടൂർ ബസ്സിൽ പോവുകയാണ്. ഇനി വേറെ എവിടെ പോകുന്നതെന്ന് അറിയത്തില്ല. ഐ തിങ്ക് തിരിച്ച് വീട്ടിലായിരിക്കും. പക്ഷെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. എത്തുമ്പോൾ ഞാൻ നിങ്ങളോട് അറിയാം ഗൈസ്. സോ ലെറ്റ്സ് മീറ്റ് ആഫ്റ്റർ I don't know. So let voice over Nadu. Sorry. Let voice over Nadu do the rest of the job. ബസ്സിന്റെ അകത്ത് എത്തിയപ്പോ ഗൈസ് ഞാൻ എന്റെ നബ വാട്ടർ ബോട്ടിൽ ഹോൾഡറിൽ വെച്ചു ആസ് യൂഷ്വൽ. അങ്ങനെ ഗൈസ് നമ്മുടെ വണ്ടി പുറപ്പെട്ടു. നമ്മൾ വീട്ടിൽ പോവാണ്. അലൂലയുടെ ട്രിപ്പ് നമ്മുടെ കഴിഞ്ഞു. പക്ഷേ ഞാനൊരു സത്യം പറയാൻ, ഇന്ന് ഞാൻ ഒത്തിരി എക്സ്പ്ലോർ ചെയ്തിട്ട് അടിച്ച് പൊളിച്ചു ഗൈസ്. ഐ മീൻ ഒത്തിരി സാധനങ്ങൾ എനിക്ക് കാണാൻ കിട്ടി അവിടെ. പണ്ടത്തെ ടെക്സ്റ്റ്സ്, റോക്സ് എല്ലാം കാണാൻ കിട്ടി. എനിവേസ് അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോഴത്തേക്ക് നമുക്ക് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ വരട്ടെ, ബൈ.